മുത്തുമണി സാർ, ഒരു 3-4 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്ത്, നമ്മളെ നാടും വീടും നാട്ടുകാരെയും കൂട്ടുകാരെയും കുടുംബത്തെയും നമ്മളെ ആഘോഷങ്ങളും സൽക്കാരങ്ങളും കല്യാണങ്ങളും വികാരങ്ങളും എല്ലാം ഒഴിവാക്കി പ്രവാസ ലോകത്ത് നിൽക്കുന്ന ആളുകളെ ചതിയിൽ പെടുത്താൻ നിൽക്കുന്ന കുറെ കണ്ണുകൾ കാത്തിരിക്കുന്നുണ്ട്, അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഒരു അഡ്വക്കേറ്റും കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ എല്ലാം അറിയുന്ന എല്ലാം തികഞ്ഞ കുറെ മാന്യന്മാർ വന്നുകാണ്ട് നിരങ്ങുന്നുണ്ട്. എന്ത്, അതായത് പിന്നെ അവർക്കെല്ലാം അറിയാം നമ്മൾ പറയുന്നതൊക്കെ തെറ്റ്, നമ്മൾ പറയുന്നതൊക്കെ നോണ, നമ്മൾ പറയുന്നതൊക്കെ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിച്ച് കൈൻഡ് ഓഫ് പേഴ്സൺ ആണെന്നുള്ള നമുക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ട്. ആ കമന്റ് അടിക്കുന്ന ആളുകൾ ആരാണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ട്. അപ്പോൾ എൻ്റെ പൊന്നാര മുത്തുമണി സാർ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് തോന്നിയ പോലെ ഒരു വീഡിയോ ചെയ്തതല്ല. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കാമിൽ വന്ന് പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ കുറേ കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റ് ഞാൻ കണ്ടു. ഞാൻ വെറുതെ കണ്ടന്റ് ഉണ്ടാക്കിയതാണ്, ഇപ്പം നുണ പറയുകയാണെന്നൊക്കെ പറയും. ഞാൻ എന്തിനപ്പം ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വന്നുകൊണ്ട് നാട്ടുകാരോട് നുണ പറയേണ്ട ആവശ്യം? അത് ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പം നാട്ടിൽ ഫോൺ ചെയ്യുന്ന സമയത്ത് ബെല്ലടിക്കുന്നതിന് മുമ്പ് കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ സ്കാമുകൾ, അതായത് ഇൻഷുറൻസ് തെറ്റിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുന്നുണ്ട്, നമുക്ക് ഫൈന് കിട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുന്നുണ്ട്, നമ്മളെ കയ്യിൽ നിന്ന് പൈസ തട്ടുണ്ട്. അതേപോലെ ആക്സിഡന്റ് പറ്റിക്കണം, പെട്ടെന്ന് അർജന്റായിട്ട് അത്യാവശ്യമായിട്ട് പൈസ വേണം, നിങ്ങളെ വാപ്പാക്ക് ആക്സിഡന്റ് പറ്റിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കോളുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പല ജാതി ഐറ്റംസ് രീതിയിൽ നമ്മളെ പറ്റി എവിടെക്കൂടെ നമ്മളൊക്കെ പണി വരുന്നത് നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണികളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്നത്തെ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങളായിരുന്നു, ഞാനും ഒരു അഡ്വക്കേറ്റും കൂടി ആയിരുന്നു അന്നത്തെ വീഡിയോ ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അത് എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസ് ഒന്നല്ല, ഇതായിരുന്നു ആ വീഡിയോ. നമ്മളെ ചാനലിൽ പോയി കിടക്കുന്നുണ്ട്, അതിന്റെ കമന്റ് ബോക്സ് പോയി നോക്കി. പച്ചത്ത് എന്താ എല്ലാം അറിയുന്ന കുറെ മാന്യന്മാര് 3 കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ഉണ്ടി, രണ്ടാമത് അക്കൗണ്ട് ഷെയറിങ്, മൂന്നാമത് വർക്ക് ഫ്രം ഹോം. ഈ 3 കാര്യത്തിലും നടക്കുന്ന ഫ്രോഡുകളെ കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ സംസാരിച്ചത്. ഓക്കെ, അപ്പൊ നമ്മളിത് പറഞ്ഞ എല്ലാവരും അല്ല, ഈ ഇപ്പോൾ ഉണ്ടിക്ക് പൈസ അയക്കുന്ന ഒരാൾ. ഈ ഉണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ കമൻറ്റ് ബോക്സിലുണ്ട് കുറേ ആൾക്കാർ, എടാ ഞാൻ 10-15 കൊല്ലമായിട്ട് പ്രവാസിയാണ്, ഞാൻ 8 കൊല്ലമായിട്ട് പ്രവാസി, ഞാൻ ഉണ്ടിക്ക് പൈസ അയക്കുന്നുണ്ട്, എനിക്ക് ഇന്നേ വരെ ഒരു പ്രശ്നം പറ്റിയിട്ട് ആളെ പറ്റിക്കാണ്, നുണ പറയുകയാണ്. പിന്നെന്താ പറഞ്ഞേ, ആദ്യം ഉണ്ടിനെ കുറിച്ച് പഠിക്കടാ, ഉണ്ടി എന്താണെന്ന് ആദ്യം പഠിക്കുക, എന്നിട്ട് സംസാരിക്കുക, വെറുതെ വന്നാണ്ട് വായിട്ട് ഓണോണോണോ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് അതും കണ്ടു. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തൊരു വീഡിയോ ഒന്നല്ല. പിന്നെ ഉണ്ടിനെ കുറിച്ച് ഞാനും 10-14 കൊല്ലം പ്രവാസിയായിരുന്നു, ഉണ്ടി എന്താണെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധ്യം കുറേ പൊട്ടന്മാർക്കില്ല. ഒന്നെങ്കിൽ പൊട്ടൻ കിണറ്റിലെ തവളകളായിരിക്കും ഏറെക്കുറെ, കാരണം അവർക്ക് ആ കിണറിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, പുറത്ത് നടക്കണ ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ആ തെറി പറയുന്നതൊക്കെ ആരായിരിക്കും ചോറ് തിന്നുന്ന ഒരാൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. എനിക്ക് കിട്ടിയ നിർദ്ദേശം ജനങ്ങളെ ഈ ഇൻഫർമേഷൻ എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഡ്വക്കേറ്റും ഞാനും കൂടി ആ വീഡിയോ ചെയ്തത്. അദ്ദേഹം വ്യക്തമായിട്ട് തെളിവ്, ഞാൻ ഒരു കാര്യം പറയാം. ആദ്യം നമ്മൾ ഉണ്ടിക്ക് പറയാം, അല്ല ഉണ്ടി പറയുന്നതിന് മുമ്പ് ഇതെന്താ സംഭവം എന്ന് പറയാം. ആദ്യം ഇപ്പം ഈ ഓൺലൈനിലൂടെ ഈ ട്രേഡിങ്ങിലൂടെ കുറേ ആളുകളെ പൈസ കുറേ ആളുകൾ കുറേ ഫ്രോഡുകൾ കക്കുന്നുണ്ട്. ഇപ്പം ഇൻ്റെ പൈസ ഒരാൾ കട്ടിട്ട് ആ ആൾക്ക് ആ പൈസ പിൻവലിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലത്തെ കുറേ ആളുകൾ അക്കൗണ്ട് അവർ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം എൻ്റെ പൈസ കട്ട് എല്ലാം പോയി വേറെ ഒരുപാട് അക്കൗണ്ടിലേക്ക് ഇട്ട് പിൻവലിച്ചു. കട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞാൻ കേസ് കൊടുക്കും. ഞാൻ കേസ് കൊടുക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഈ പൈസ വന്നിട്ടുണ്ടാവുക നിങ്ങളെ അക്കൗണ്ടിലേക്ക് തരാം. അപ്പം നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും, നിങ്ങൾ കുടുങ്ങും, അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതായത് ആ വക്കീൽ അന്ന് അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതായത് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിലൂടെ ഉള്ള ഒരു അഴിമതിനെ ആണ് ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നത്. അപ്പം ക്രിപ്റ്റോ കറൻസി ട്രേഡിങ് പറയുമ്പോൾ കുറേ ആളുകൾക്ക് മനസ്സിലാവാത്തൊരു ബുദ്ധിമുട്ട് വരും. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് തോന്നിയ പോലെ ആളുകൾക്ക് വളരെ വ്യക്തമാക്കിയിട്ട് നമ്മൾ ഈ കള്ളിത്തുണിയും പിന്നെ ടീഷർട്ട് ഇട്ടുകാണ്ട് എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ചെയ്യണ പോലെ അത് ചെയ്യാൻ പറ്റില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിത്വം ആ ഒരു രീതിയിൽ ആ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കുറേ ആളുകൾക്ക് മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ സോറി പറയുന്നു, അതിന് വേറെ ഒന്നും ഇപ്പോൾ എനിക്ക് പറയാനില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ശരിയായ രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ട്രേഡിങ്ങിലൂടെ കട്ട പൈസ, അപ്പം ആ പൈസ നമ്മളെപ്പോലത്തെ കുറേ ആളുകളെ അക്കൗണ്ട് ഇവർ കളക്ട് ചെയ്തിട്ട് അതിലിട്ടിക്കാണ്ട് അവർ പിൻവലിച്ചിട്ട് അവരെ പണി നോക്കി പോകും. ഈ പൈസ കട്ടൂന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞാൻ കേസ് കൊടുക്കും. ഞാൻ കേസ് കൊടുക്കുന്ന സമയത്ത് അന്വേഷണം വരുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്കൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കൊക്കെ ആരൊക്കെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണോ പിൻവലിച്ചിട്ടുള്ളത് അവരൊക്കെ കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു രീതി.
അപ്പം അത് പല രീതിക്കാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളെ അക്കൗണ്ട് നമ്മൾ വേറെ ആർക്കും ഷെയർ ചെയ്ത്, അപ്പം ഇത് നമ്മൾ വെറുതെ അങ്ങോട്ട് വന്ന് ചെയ്തതല്ല. ഒരുപാട് അനുഭവങ്ങളും തെളിവുകളുടെയും ഒരുപാട് ആളുകളുടെ ദുരിതവും നേരിൽ കണ്ടതിൻ്റെ പേരിൽ നമ്മൾ ചെയ്ത വീഡിയോ ആണത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോഴും ചെന്നൈ ജയിലിലാണ്, 2 മാസമായി. അവൻ എന്താ ചെയ്തത്, അവൻ്റെ അക്കൗണ്ട് വേറൊരാൾക്ക് അവൻ്റെ സ്വന്തം സുഹൃത്തിന് ഒരു ചെറിയ പൈസ ഇടാനെന്ന് പറഞ്ഞിക്കാണ്ട് വാങ്ങിക്കാണ്ട് ആ അക്കൗണ്ട് കൊടുത്തപ്പം ആ അക്കൗണ്ടിലൂടെ 60 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ അവൻ നടത്തിയത്. 60 ലക്ഷം. ഈ പാവം ഒന്നും അറിഞ്ഞിട്ടില്ല. പോലീസ് വന്ന് പിടിച്ച് FIR ഇട്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയപ്പോഴാണ് 60 ലക്ഷം ഇവൻ്റെ അക്കൗണ്ടിൽ കയറി ഇറങ്ങി പോയത് ഈ പാവം അറിയണത്. ആ പാവം ഇപ്പോഴും ജയിലിലാണ് 2 മാസമായിട്ട്. ജാമ്യത്തിൽ ഇറങ്ങണമെങ്കിൽ കെട്ടിവെക്കാൻ 3-4 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് തീരുമോ? 5-8 വർഷം ഈ കേസിന്റെ പിന്നാലെ നടന്നാലേ ഈ കേസിനൊരു തീരുമാനമാവുള്ളൂ. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും. നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ലെങ്ത് ഒരുപാട് കൂടും. അത് കുറേ ആളുകൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ആവുന്നുണ്ട്. ഐ എം വെരി സോറി അബൌട്ട് ദാറ്റ്. ഇപ്പം ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം ഈ കട്ട പൈസ ഈ അക്കൗണ്ടിലേക്ക്, അതായത് നമ്മളെ അക്കൗണ്ട് ഒരു കാരണവശാലും ഒരാൾക്ക് കൊടുക്കാതിരിക്കുക. നിങ്ങളെ അക്കൗണ്ട് നിങ്ങൾ മാത്രം യൂസ് ചെയ്യുക. നാട്ടിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കുറേ വിദ്യാർത്ഥികളൊക്കെ പെട്ടിട്ട് പത്രത്തിലൊക്കെ ന്യൂസുകൾ കേട്ടിട്ടുണ്ട്. 5000 റുപ്യക്ക് 10,000 റുപ്യക്ക് റെൻറ്റിന് അക്കൗണ്ട് കൊടുത്തിട്ട് അതിൽ ലക്ഷങ്ങൾ വന്ന് അത് പിൻവലിച്ച് പോയി 3 മാസം കഴിയുമ്പോൾ നോട്ടീസ് വരും പല സ്റ്റേറ്റിൽ നിന്ന്. എന്നിട്ട് ആ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് ന്യൂസുകൾ പത്രങ്ങളിലും ന്യൂസിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പൊട്ടങ്ങനറ്റിലെ മറ്റേ തവളകൾ ഉണ്ടാവില്ല, ഓല അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഓല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോട്ട്. അപ്പം ഞാൻ ഈ പറയുന്നത് നമ്മളെ സുഹൃത്തുക്കൾ ആരും ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പം നമ്മൾ അക്കൗണ്ട് ഒരു കാരണവശാലും ഒരാൾക്ക് ഷെയർ ചെയ്യാൻ കൊടുക്കരുത്. നിങ്ങൾ അക്കൗണ്ടിന് ഒരു അക്കൗണ്ട് ഇപ്പോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം ആർക്കും അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള സംവിധാനം ഇപ്പം നമ്മളെ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെ അക്കൗണ്ട് ചോദിക്കുന്നവരോട് സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി. നമ്മളെ അക്കൗണ്ട് ഒരു കാരണവശാലും കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പൊടും. 100 കണക്കിന് ആളുകൾ പെട്ട് കിടക്കുന്നുണ്ട് ഇവിടെ. ഇനി ഹുണ്ടിയിലേക്ക് വരാം. ഹുണ്ടി ആയിരുന്നു വമ്പം പ്രശ്നം. ഹുണ്ടിനെ പറഞ്ഞപ്പോഴായിരുന്നു ഒരുപാട് ആളുകൾക്ക് പൊള്ളിയത്. അത് ഈ തെറിക്കമൻ്റ് അടിക്കണ ഇങ്ങനത്തെ പരിപാടി നടത്തുന്ന ആളുകളെ കാരണം അവരെ സൂക്ഷിക്കണം. അവരെ വർത്താനം കേട്ടാൽ നിങ്ങൾ ഓരോന്നിൽ പോയി ചാടാൻ നിൽക്കരുത്. എന്നോട് കുറേ ആളുകൾ ഹുണ്ടി എന്താണെന്ന് ആദ്യം പഠിക്കടാ എന്നൊക്കെ ചോദിച്ചു. ഞാനും 10-14 കൊല്ലം ഗൾഫിലായിരുന്നു. ഹുണ്ടി എന്താണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. പണ്ടൊക്കെ ഹുണ്ടി തരണേ എല്ലാവരും അല്ല പറഞ്ഞിട്ടാ, എല്ലാവരും അല്ല മാന്യമായിട്ട് ചെയ്യുന്ന ഹുണ്ടിയുടെ ലീഗൽ വശങ്ങൾ വേറെ, എന്നാലും മാന്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ ഒരു % ഫ്രോഡുകളുണ്ട്. അവർ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ പണ്ടൊക്കെ നമ്മളെ കയ്യിൽ കൊണ്ടുതരും അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുതരും, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം അവർ മനഃപൂർവ്വം വൈകിപ്പിക്കും. 3 ദിവസം 4 ദിവസം വൈകിപ്പിക്കും. നമുക്ക് അർജൻറ്റ് കാരണം. അപ്പം പിന്നെ ഒരു നിവൃത്തിയില്ലാതെ നമ്മൾ എന്നാൽ ഗൂഗിൾ പേ ചെയ്താളിന്ന് പറയും. അങ്ങനെ ഇപ്പോൾ അവർ ഗൂഗിൾ പേ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ടിരുന്ന ഒരു പരിപാടിയുണ്ട്. അത് സമ്മതിക്കരുത്. അത് ഫ്രോഡാണ്. അത് ചിലപ്പം കുടുങ്ങിയതിൻ്റെ പേരിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ 1% ആളുകൾ ഫ്രോഡാണ്. അങ്ങനെ ഗൂഗിൾ പേക്ക് പൈസ ഇട്ടിട്ട് ഒരു പ്രവാസിയുടെ വീട്ടുകാർ ഇവിടെ പെട്ട് കിടക്കുന്നത് കേസായിട്ട് നടക്കും. ഒന്നല്ല, നമ്മളിപ്പം നമ്മളെ അണ്ടറിൽ നമുക്ക് പരിചയത്തിലുള്ള കാര്യം പറഞ്ഞു ഒരുപാട് ആളുകളുണ്ട്. അതിൽ അറസ്റ്റ് അത്ര അങ്ങോട്ട് ശക്തമാക്കിയിട്ടില്ല. പക്ഷേ ഒരു അറസ്റ്റ് ഇവിടെ അടുത്ത് നടന്നിട്ടുണ്ട്. വലിയ എമൗണ്ടാണ്, ഉണ്ടിയിലൂടെ ഇട്ടതാണ്. പക്ഷേ ഇതാണ്, ഈ കട്ട പൈസ ആയിരുന്നു ഇവർ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതാണ് സംഭവിച്ചത്. അപ്പോൾ ഉണ്ടിയിലൂടെ പൈസ അയക്കുമ്പോൾ കയ്യിൽ കിട്ടുകയാണെന്നെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ ഈ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യുന്നത്, ഗൂഗിൾ പേ ചെയ്യുന്നത്, അത് നമ്മളെ പറ്റിക്കാനുള്ള ഒരു സാധ്യത അതിലുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. അയക്കുന്നവർ നമുക്ക് പരിചയമില്ലാത്ത ആളടുത്ത് നിന്ന് അയക്കാതിരിക്കുക. അയക്കുന്നവർ ഇതേപോലെ കയ്യിൽ കൊണ്ടുതരുന്ന പരിപാടിയാണെങ്കിൽ കൊടുക്കുക. ഇതിൻ്റെ ലീഗൽ വശം വേറെ, അത് നമ്മൾ സംസാരിക്കുന്നില്ല, അത് വേറെ വിഷയം. അപ്പോൾ ഇത് ഒരിക്കലും ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത്, അല്ല ഇതിൽ വേറൊരു കാര്യം കേട്ടോ. ഇപ്പം നിങ്ങളെ സ്കെച്ച് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഫ്രണ്ട് ജയിലിലാണെന്ന് അറിയാമല്ലോ. അവനെ സ്കെച്ച് ചെയ്തത് കാരണം അവന് മുമ്പ് ഒരു പച്ചക്കറി കട നടത്തിയിരുന്നു. അപ്പം ഈ വ്യക്തിക്കറിയാം അവനക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇവന് ആ പച്ചക്കറി കടൻ്റെ ആ കറണ്ട് അക്കൗണ്ട് വാങ്ങിയിട്ടാണ് ഈ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്. ഈ ടീമുണ്ടല്ലോ, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ടീമുണ്ടാവും. ഈ കറൻസി ട്രേഡിങ്ങിലൂടെ ഈ പൈസ കയ്യിൽ വെച്ച് അത് മറിച്ച് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് പിൻവലിക്കാൻ നടക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പേ കരം. അതിൽ കുറേ ആളുകളുണ്ടാവും. അപ്പം അവര് നമ്മളെ ഓരോരുത്തരെ സ്കെച്ച് ചെയ്യും. ആരെയാണോ പിടിക്കാൻ പറ്റും ചൂണ്ടലിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ കൊത്തി അപ്പം വലിക്കുപോലെ പൈസയും തരും ചിലപ്പോൾ നമുക്ക്. ചിലപ്പോൾ ഇതേപോലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെക്കാരം
നമ്മളെ ഒരു സഹായം എന്നുള്ള രീതിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ പൈസ എന്നുള്ള രീതിക്ക് എൻ്റെ അക്കൗണ്ട് ബ്ലോക്കാണ്, എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ പറഞ്ഞാണ്ട് ഇട്ടുകാണ്ട് നാളെ തന്നെ തരാമെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഇതാക്കണ പരിപാടികൾ ഇഷ്ടം പോലെ അത് വേറെ ഉണ്ടാവും, പല രീതിയിൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം അതൊക്കെ സൂക്ഷിക്കണം, ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ പ്രവാസ ലോകത്തിരിക്കുന്ന വേറൊരു പ്രശ്നം, ഇപ്പോൾ ഇവിടെ അടുത്ത് പെട്ട ഒരാളെ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് പണി നടക്കുന്നുണ്ട്. അപ്പം മൂപ്പരെ സ്കെച്ച് ചെയ്തിക്കണം. അപ്പം വീട് പണി നടക്കുന്ന ഈ വ്യക്തിയുടെ സ്കെച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ദിറംസ് വാങ്ങിക്കണേ, വീട് പണിക്കുള്ള പൈസ. എടാ എനിക്ക് ഇവിടെ പൈസക്ക് അത്യാവശ്യമുണ്ട്, ഇവിടെ പൈസ കൊണ്ടാ, ഞാൻ നാട്ടിൽ എനിക്ക് പൈസ തരാം എന്ന് പറഞ്ഞിക്കാണ്ട് അവിടെ പൈസ വാങ്ങിയിട്ട് ഇവിടെ ഈ കട്ട പൈസ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തുക. പെട്ടില്ല. അപ്പം ഇയാൾ അക്കൗണ്ട് ബ്ലോക്കാവും, എല്ലാം ബ്ലോക്കാവും. അപ്പം ഇയാളത് അക്കൗണ്ടിക്ക് പ്രവാസികളുടെ കുടുംബത്തിലെ ഭാര്യയുടെയോ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ വാപ്പാൻ്റെയോ അക്കൗണ്ടിലേക്കാണോ ഈ പൈസ ഇടുന്നത്, അവർ കുടുങ്ങും. അവർ പിന്നെ ഉള്ളിൽ കിടക്കേണ്ടി വരും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത് മറ്റേ വർക്ക് ഫ്രം ഹോം. ഒരുപാട് വർക്ക് ഫ്രം ഹോം ജെന്യൂനായിട്ട് നടക്കുന്നുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഇതിൽ ആളുകളെ പറ്റിക്കണ വർക്ക് ഫ്രം ഹോം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ അഡ്വക്കേറ്റ് തെളിവ് സഹിതം പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ കുറേ ആളുകൾക്ക് പിന്നെ ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. അത് ഏതാളുകൾക്ക് ആ ചൊറിയുന്നതെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നിങ്ങളവിടെ കുത്തറി ചൊറിഞ്ഞോളി, പക്ഷേ നമ്മളെ കുടുംബക്കാരെയും നമ്മളെ സുഹൃത്തുക്കളെയും പെടുത്താൻ നമ്മൾ സമ്മതിക്കൂല. അവർക്ക് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇവർ ഈ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിക്കാണ്ട് വരും, എല്ലാവരും ഇല്ലട്ടാ, അതിലും ഈ ഫ്രോഡുകൾ കളിക്കുന്ന ആളുകൾ. എന്നിട്ട് നമുക്ക് പിന്നെ ചെറിയ ചെറിയ ടാസ്ക് തന്നാണ് കുറച്ച് പൈസ തരും. എന്നിട്ട് ഇങ്ങനെ കാണിക്കും. പിന്നെ പറയും ഒരു മാസം കഴിഞ്ഞിട്ട് പൈസ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മാസം നമ്മളെ കൊണ്ടാണ് പണിയെടുപ്പിച്ചിട്ട് 5 ലക്ഷം അയക്കണം, 4 ലക്ഷം അയക്കണം എന്ന് പറയും. ഇനി ഈ പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ 25,000 അല്ല 50,000 ടാക്സ് 30% അടക്കണം, എന്നാലേ ഈ പൈസ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറയും. എന്നിട്ട് നമ്മൾ ആദ്യം നമുക്ക് കുറേശ്ശെ പൈസ തരും. എന്നിട്ട് നമ്മളെ കൊണ്ട് ഈ രാവും പകലും ഇല്ലാതെ ഉറക്കും ഇല്ലാതെ പണിയെടുപ്പിച്ചാണ് 2 ലക്ഷം 3 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണു തള്ളും. എന്നിട്ട് ഇത് ആരോടും പറയാതെ നമ്മളെ ഇല്ലാത്ത പൈസ ഒന്നിങ്ങ് സംഘടിപ്പിച്ച് 50,000 1 ലക്ഷം 25,000 ഓരോ അക്കൗണ്ടിൽ കാർഡ് ഇട്ട് കൊടുക്കും. പിന്നെ ഉള്ളവരെ അഡ്രസ്സും ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുറേ വർക്ക് ഫ്രം ഹോം ഉണ്ട്. അത് പോയി ചാടുമ്പം ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് അധികവും പോയി പെടുന്നത്. അതിന് നമ്മളെ അറസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മളെ പൈസ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പം മൂന്ന് കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്, ഐ ആം വെരി സോറി. ഇത് ശരിക്കും വ്യക്തമാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഇനിയും ഒരുപാട് കൂടും. മൂന്ന് കാര്യങ്ങളുള്ളൂ. നിങ്ങൾ ഹുണ്ടിക്ക് പൈസ അയക്കുമ്പോൾ ബി കെയർഫുൾ, അറിയാത്ത ആളുകളുടെ അടുത്ത് നിന്ന് അയക്കരുത്, അക്കൗണ്ടിലേക്ക് ഒരിക്കലും ഇടിപ്പിക്കരുത്. കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഒന്ന്. രണ്ടാമത്തെ, നാട്ടിൽ നിങ്ങളെ അക്കൗണ്ട് ഒരു മനുഷ്യനും എന്തെന്നെ പറഞ്ഞാലും ഷെയർ ചെയ്യാൻ കൊടുക്കരുത്. നിങ്ങളെ അക്കൗണ്ടിലേക്ക് നിങ്ങളെ പൈസ മാത്രം, അല്ലാതെ വേറൊരാൾക്കുള്ള പൈസ ഇടാൻ നിങ്ങൾ അക്കൗണ്ട് ഒരു കാരണവശാലും കൊടുക്കരുത്. അത് ഈ 4 കോടി 3 കോടി 5 കോടിയൊക്കെ കട്ടിന്ന് വരുന്ന 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം കാരം പിടിക്കുമ്പോൾ അതിന് പരിഹാരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഓക്കെ, അതും ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ല, പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു. ഓക്കെ, മൂന്നാമത്തത് ഈ വർക്ക് ഫ്രം ഹോം, അതും ഒരുപാട് ഉടായ്പകളുണ്ട്, അതിലും പോയി പെടും. അപ്പം ഈ 3 കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചോളി. ഇപ്പം വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നമ്മളെ സുഹൃത്തുക്കളെ പെട്ടെന്ന് ഒരു കഥ ഉണ്ട്. നമ്മളെ പോസ്റ്റ് ഓഫീസ് നമുക്ക് മൊബൈൽ അടിച്ചിടണം, 25,000 റുപ്യേൻ്റെ മൊബൈൽ അടിച്ചിക്കണമെന്ന് പറഞ്ഞാൽ മെസ്സേജ് വരും. ഞങ്ങൾ പൈസ ഒന്നും തരണ്ട, ഞങ്ങൾ ഫ്രീ ആണ്, നിങ്ങളൊന്നും തരണ്ട, ഒരു പ്രശ്നമില്ല, മൊബൈൽ ഞങ്ങൾ കൊറിയർ അയക്കും എന്ന് പറഞ്ഞാൽ ഒരു മൊബൈലിൻ്റെ ബോക്സ് ഇട്ടുകൊണ്ട് പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മൾ അഡ്രസ്സൊക്കെ വാങ്ങിക്കാണ്ട് പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കും. അയച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടെ ചെല്ലുമ്പം അവിടെ ആ സാധനം കളക്ട് ചെയ്യണമെങ്കിൽ ഒരു പേയ്മെൻറ്റ് ഉണ്ടാവും, 2,000 റുപ്യ 1,500 റുപ്യ. ആ 1,500 റുപ്യ 2,000 റുപ്യ കൊടുത്തുകൊണ്ട് ആ സാധനം വാങ്ങുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ എന്നിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു വാവാച്ചിക്കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ഊറ്റിനൊരു കാറുണ്ടാവും. ഉടായിപ്പാണ്, നമ്മളെ 2,000 പോയി, ആ പൈസ പിന്നെ തിരിച്ചു കിട്ടൂല പോസ്റ്റ് ഓഫീസിൽ നിന്ന്, ഫ്രം അഡ്രസ് അതിലുണ്ടാവില്ല. ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ജാതി പണികൾ നാനാ ഭാഗത്തുനിന്നും നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കണേ, ചൂണ്ടലിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം 2 വട്ടം ആലോചിച്ചിട്ട് ചെയ്തോളി. അറിയാത്തൊരാളുമായിട്ട് ഒരു ഡീലിങ്ങും നടത്തണ്ട. പല ഓഫറുകളേക്കാരം എനിക്കൊക്കെ ഇപ്പോൾ എത്രങ്ങാനും ഓഫർ തരുന്നുണ്ട്. ഈ ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ ആഡ് ചെയ്യാം, ലക്ഷങ്ങളാണ് പ്രതിഫലം നമുക്ക് ഓഫർ ചെയ്തത് ഗെയിമിങ്ങിൻ്റെ. അത് ഉടായിപ്പാണ്, ആളുകളെ പൈസ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുമോ? നമുക്കിപ്പോൾ 1 ലക്ഷം കിട്ടിയെന്ന് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് കുറേ പാവങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ പറ്റുമോ? ലക്ഷങ്ങളൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത് ഗെയിമിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ. അതേപോലെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പെർ ഡേ $700 $800 എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ്, പല ജാതി ഉടായ്പകളുണ്ട്. അപ്പം അതിലൊന്നും പോയി പെടാതെ ഇരിക്കുക. ഒരു നല്ല കാര്യം ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ പോയി പെടരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തെറി അടിക്കുന്ന ആളുകൾ അതിൽ പെട്ട ആളുകളെ ഇക്കാരം
അപ്പോൾ അവരെ വർത്താനം കേട്ടാണ് നിങ്ങൾ അതിൽ പോയി ചാടാൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അന്നത്തെ വീഡിയോ കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാമത് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്തത്. മൂന്ന് കാര്യം എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞു തന്നെ വീണ്ടും പറയാം. അക്കൗണ്ട് ഒരു കാരണവശാലും ഒരാൾക്കും ഷെയർ ചെയ്യാൻ കൊടുക്കരുത്. അതേപോലെ പിന്നെ സൗദി പുറത്തുനിന്ന് പൈസ അയക്കുമ്പോൾ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇട്ടോളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന അടുത്ത് കൊടുക്കുക. പിന്നെ കയ്യിൽ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഓക്കെ, അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യണ പരിപാടിക്കേ നിൽക്കരുത്. മൂന്നാമത്തെ കാര്യം, വർക്ക് ഫ്രം ഹോം, ബി കെയർഫുൾ. ജെന്യൂൻ ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട മാത്രം അത് മൂന്നട്ടം. ഈ പല ആളുകളും പെടുന്ന നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സംഗതി വേറൊരാളെടുത്ത്, നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിനൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേറെ വഴിയൊന്നുമില്ല. കുടുംബക്കാരോടോ വീട്ടുകാരോടോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകളോട് പറയാം, അല്ലെങ്കിൽ ആരാണോ ക്ലോസ് ആയിട്ട് നിൽക്കണം അവരോട് സംസാരിച്ച് അവരെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് മാത്രം തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ. ഇനിയും മനസ്സിലാവാത്ത ആൾക്കാർ ചിലപ്പോൾ കുറേ ഉണ്ടാവും. ഞാൻ എന്താ പറയുക, ഈ പൈസ കക്കുന്നതും ആ പൈസ എവിടുന്ന് കക്കുന്നു ആരായക്കും അതിൻ്റെ വലിയ പ്രോസസ്. അതിന് മുന്നത്തെ വീഡിയോ പോയി കണ്ട ആ അഡ്വക്കേറ്റ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതിൽ കുറേ മാന്യന്മാർ കുറേ തെറി കമൻറ്റ് അടിക്കുന്നുണ്ട്, അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ.